ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഐൻ ഗർസസിലാണ് കേട്ടോ. ബട്ട് ഇത് റൂട്ട് വരുന്നത് ഇത്തിൻ നമ്മൾ ഫസ്റ്റ് ഡേ 1 പോയ ഇത്തിൻ റൂട്ടിലാണ്. അത് 2 വി റൂട്ട് വരുന്നുണ്ട്. അവിടെ നിന്ന് നമ്മൾ റൈറ്റ് ആണ് എടുക്കേണ്ടത്. അവിടെ ബോർഡ് ഉണ്ട് ഐൻ ഗർസസ്. ഞാനിവിടെ ക്ലിപ്പ് ആഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ അതിൽ നേരെ കുറച്ച് ഫ്രണ്ടിലേക്ക് വരുമ്പോൾ അവിടെ തന്നെയാണ് ഐൻ ഗർസസ് വരുന്നത്. ഇപ്പം നമ്മൾ അവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. ഇനി ബാക്കി പുറത്തിറങ്ങിയിട്ട് കാണിച്ചു തരാം അല്ലേ. അപ്പോൾ പുറത്തിറങ്ങിക്കോളൂ, അത് പുറത്തിറങ്ങിക്കോളൂ. ഇവിടെ കുറേ ചെരുപ്പൊന്നും ഇട്ടില്ല ഇനിയോ. ഇവിടെ കുറേ വണ്ടികളൊക്കെ പാർക്ക് ചെയ്തിട്ടോ. കുറേ ആൾക്കാർ വന്നിട്ടുണ്ട് ഇവിടെ. ഇതിൻ്റെ നമ്മൾ ഞാൻ പറഞ്ഞില്ല 2 റൂട്ട് വരുന്നതിൽ ഒന്ന് ഐൻ ഗർസസ് ആണ് റൂട്ട് വരുന്നത്. അത് ഇവിടേക്കാണ് കേട്ടോ എത്തുക. പിന്നെ വരുന്ന റൂട്ട് നമ്മൾ ഇത്തിനാണ്. നല്ല മലയും മഞ്ഞും ചെറുങ്ങനെ മഴയൊക്കെ ആയിട്ട് വരുന്നത്. വേഗം ചെരുപ്പ്, മഴയൊക്കെ ആയിട്ട് വരുന്നത്. അവിടെ തന്നെയാണ് അയ്യൂബ് നബീനെ മറാവ് ചെയ്ത സ്ഥലവും വരുന്നത് കേട്ടോ. ഖബർസ്ഥാനവും വരുന്നത് അവിടെ തന്നെയാണ്. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് നമ്മൾ അങ്ങോട്ടേക്കാണ് പോകുന്നത്. ഓക്കെ, ഈ ഒരു ഏരിയയിലേക്ക് വരികയാണെങ്കിൽ 1, 2, 3 സ്ഥലം നമുക്ക് കവർ ചെയ്യാം. അങ്ങനെയാണ് എനിക്ക് തോന്നുന്നത്. ഞാനൊന്ന് നോക്കിയിട്ട് ഞാൻ പറയാം കേട്ടോ. ഗൈസ്, ഇതാണ് കേട്ടോ ഐൻ ഗർസസ്. നല്ല അടിപൊളിയായിട്ടുള്ള നേച്ചർ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ഏരിയ ആണ് ഗൈസ് ഇത്. ഇത് നല്ല ഇവിടെ സലാലയിൽ വരുന്ന ഒട്ടുമിക്ക എല്ലാം ഇതേപോലെ നേച്ചർ ഫ്രണ്ട്ലി ആയിട്ടുള്ളതാണ് ഗൈസ്. നമ്മൾ അവിടെ നിന്ന് ഇങ്ങനെ നേരെ ഇങ്ങനെ നടന്നു. ഇവിടെയൊക്കെ കുറേ ഗുഹകളും കാര്യങ്ങളും ഉണ്ട് കേട്ടോ. പിന്നെ നിങ്ങൾക്ക് ഒരു സംഭവം കാണിച്ചു തരട്ടെ അല്ലേ ഗൈസ്. നല്ല തെളിഞ്ഞ വെള്ളം. ഇതിൽ മീൻ വരെ പോകുന്ന കാണുന്നുണ്ട്. കണ്ടാ, അതാ പോണ മീൻ. അതാ അവിടെയൊക്കെ ഉണ്ട് കേട്ടോ. അതാ വാ, അവരവിടെ ചെങ്ങനെ ക്ലോസ് ചെയ്തിട്ടുണ്ട്. പക്ഷെ നല്ല അപ്പുറത്തേക്കും വെള്ളം വരുന്നുണ്ട് കേട്ടോ. എങ്ങനെ ഫിഷ് പോലുണ്ട്. ചെറിയ ഫിഷ് ഉണ്ട് അല്ലേ, ചെറിയ ഫിഷ് ഉണ്ട്. അടിപൊളി. നമുക്ക് ഗൈസ് എന്താ നേച്ചർ ഫ്രണ്ട്ലി ആയിട്ടുള്ള വെള്ളമാണ് ഇതൊക്കെ. ഇങ്ങനെ ഗുഹ ടൈപ്പ് ഗൈസ്. അടിപൊളി. ഫുൾ മലയും മരങ്ങളും പച്ചപ്പുകളും വെള്ളവും. ഇവിടെ ഇങ്ങനെ വെള്ളം ജസ്റ്റ് ഇങ്ങനെ ചാടുന്നുണ്ട് കേട്ടോ. മോളെ നോക്കേ, ഇവിടെ വെള്ളം ജസ്റ്റ് ഇങ്ങനെ ചാടുന്നുണ്ട് കേട്ടോ. അതാ ഗൈസ്. അത് നേരെ അങ്ങനെ പോകുന്നുണ്ട്. ഇത് സ്ട്രെയിറ്റ് അവിടെ പോകുമ്പോൾ അവിടെ എന്താ ജസ്റ്റ് നോക്കാം. എനിക്ക് തോന്നി ഈ മഴ ഉള്ള ടൈമൊക്കെ ആണെങ്കിൽ ഇങ്ങനെ വെള്ളച്ചാട്ടം പോലെ അങ്ങനെ ഉണ്ടാവും തോന്നുന്നു. ഇങ്ങനെ ഈ മലൻ്റെ മുകളിൽ നിന്നൊക്കെ ഇങ്ങനെ വെള്ളം താഴേക്ക് ചാടും തോന്നും. നമുക്കതിൽ അങ്ങോട്ട് അവിടേക്ക് നടന്നു നോക്കാം. അവിടേക്കെല്ലാം ഇങ്ങനെ നടന്നു പോകുന്നുണ്ട്. പിന്നെ ഈ ഗുഹൻ്റെ ഇവിടേക്കൊക്കെ നമുക്ക് കയറി നിൽക്കാം, ഫോട്ടോസ് എടുക്കാം. അങ്ങനെ നല്ല അടിപൊളി. കുറേ ഫാമിലീസ് നടന്ന് പോകുന്നുണ്ട് കേട്ടോ അങ്ങോട്ട്. ബാ ഓടി വന്നാട്ടേ. എന്തൊക്കെ നിലത്ത് അവിടെ വെള്ളം ഉണ്ടോയെന്ന് അറിയില്ല കേട്ടോ. അങ്ങോട്ട് കുറേ കുട്ടികളാണെങ്കിലും കുറേ ആൾക്കാർ മെല്ലെ നോക്കണേ. കുറേ ആൾക്കാരങ്ങനെ അങ്ങോട്ട് പോകുന്നുണ്ട്. അപ്പോൾ പോയി നോക്കാം. കുറേ ആൾക്കാർ ഫോട്ടോസായിട്ടും വീഡിയോസായിട്ടും ഒക്കെ ഇങ്ങനെ എടുക്കുന്നുണ്ട് കേട്ടോ. അവിടെ എന്താ കാണാനുള്ളത് നോക്കട്ടെ. അങ്ങോട്ട് താഴേക്ക് ഇറങ്ങുന്നുണ്ട്. ബാ, ഇവിടെ ഒന്നും കാണുന്നില്ല ഗൈസ്. വെള്ളം ലൈൻറ്റാ തോന്നുന്നില്ലേ, വെള്ളം ലൈൻറ്റാ ഗൈസ്. ഇങ്ങനെ വെള്ളം ലൈൻറ്റാട്ടോ. ഇവിടെയൊക്കെ വെള്ളം ഉണ്ടാവുന്നതാണ്. ഇവിടെയൊക്കെ വെള്ളം ഇല്ലാത്തതുകൊണ്ടാണ് ഇങ്ങനെ ഒഴിഞ്ഞു കിടക്കുന്നത്. അതുപോലെ മഴയും കൂടി പെയ്യുകയാണെങ്കിൽ ഇവിടുന്ന് ഇങ്ങനെ മുകളിൽ താഴേക്ക് ഇങ്ങനെ വെള്ളം ചാടും. അപ്പോൾ നല്ല ഭംഗിയുണ്ടാവും. മഴ ഇല്ലാത്തത് കൊണ്ടുള്ള
അങ്ങനെയാണ്. പക്ഷെ കാണാൻ വ്യൂവിനും കാര്യത്തിനൊന്നും ഇതൊന്നും കുറവില്ല കേട്ടോ. അതൊക്കെ രസമുണ്ട്. ഇനി അപ്പുറത്ത് ഗുഹൻ്റെ അടുത്തൊക്കെ പോകുമ്പോൾ കാണിച്ചു തരാം ഗൈസ്. പിന്നെ അവിടെ ഒരു കേവ് പോലെ ഉണ്ട് കേട്ടോ. അവിടെ ഞങ്ങൾ കയറി നോക്കട്ടെ അല്ലേ അബേബി? അബേബിക്ക് എന്താ പറയാനുള്ളത്? ഒന്നും പറയില്ല. നമ്മളിവിടെ സലാലയിൽ വന്നിട്ട് ഇപ്പോൾ 4-5 days ഒക്കെ ആയില്ലേ, എന്നിട്ടൊന്നും പറയാനില്ലേ? ഓക്കെ. അവൾ അവിടെ എത്തിയിട്ട് പറയും കേട്ടോ. അവിടെ എത്തിയിട്ട് പറയും. എല്ലാവരും വെയിറ്റ് ചെയ്യണം. ഇവിടെ സ്റ്റെപ്പ് ഉണ്ട് മുകളിലോട്ട് കയറാനായിട്ട്. അപ്പോൾ നോക്കാം, കയറട്ടെ ഗൈസ്. എന്നിട്ട് കാണിച്ചു തരാം. അപ്പോൾ ഈ പറയും നമ്മളിവിടെ ഗുഹയിലെത്തിയില്ലേ? ഗുഹയിൽ 0.5 ഇട്ട് കാണിച്ചു തരാം. ഇതേപോലൊരു കേവാട്ടോ. ഇവിടെ ഇങ്ങനെ ഇരിക്കാനുള്ള ചെറിയൊരു ബെഞ്ച് കൊടുത്തിട്ടുണ്ട്. അടിപൊളി ഗൈസ്. ഗൈസ് നല്ല കാറ്റുണ്ട് കേട്ടോ. ക്ലൈമറ്റൊക്കെ നല്ല ക്ലൈമറ്റാണ്. പക്ഷേ വെള്ളമായിട്ടില്ല, സാരമില്ല. അവിടുന്ന് ആ കേവിൻ്റെ ഉള്ളിൽ കയറി ഞങ്ങൾ ഫോട്ടോ എടുത്തിട്ടോ ഗൈസ്. ഇത് നോക്കിയേ, അവിടുന്ന് ആ വരുന്ന വെള്ളം കേട്ടോ. ഞാൻ അവിടെ കാണിച്ചില്ലേ നിങ്ങൾ നേരത്തെ? അതിങ്ങനെ ഇതിലിങ്ങനെ പാസ് ചെയ്ത് പോകുന്നുണ്ട്. പക്ഷെ വെള്ളത്തിൻ്റെ അളവ് കുറവാണ്. ഇതിവിടെ അതുണ്ടോ, വീണ്ടും 0.5 കേട്ടോ. ഇപ്പുറത്ത് അങ്ങനെ ഇല്ല, ചെറുതായിട്ടുള്ളൊരു ഇതേ ഉള്ളൂ. ഇവിടെ നമ്മൾ അപ്പുറത്ത് കണ്ട പോലെ ഒരു കേവാണ്. അവിടെ എന്താ? ഓ ഗൈസ്, തവള ഗൈസ്. എത്ര കാലത്തിന് ശരീരം തവളാനെ കണ്ട് വംശനാശം പറ്റിയെന്നാ വിചാരിച്ച്. ദാ ഇവിടെ ഇക്കാ, ദാ ഇവിടെക്കതാ. ഇതാ ഗൈസ്, നിങ്ങൾ കാണുന്നുണ്ടോ? എവിടെ ഗൈസ്? ദാ ചാടുന്നു. അതാ ഇങ്ങോട്ട് കയറുമോ മുകളിലോട്ട്? ഞാൻ പുറത്തേക്ക് ചാടട്ടെ. കുറേ കാലത്തിന് ശേഷം 4-5 തവളയെ കണ്ടു. പൊക്രം. ഇത് നമ്മൾ നേരെ അങ്ങനെ കയറണം. നമ്മൾ ഇവിടെ വരുന്ന ആൾക്കാരെ, ഇവിടെ വരണമെന്ന് വിചാരിക്കുന്ന ആൾക്കാരുണ്ടല്ലോ, ഇതൊക്കെ വീഡിയോസൊക്കെ കണ്ട് പ്ലാൻ ചെയ്യുന്ന ആൾക്കാർ ഒക്കെ ശ്രദ്ധിക്കണം കേട്ടോ. അത് സ്റ്റെപ്പാണെങ്കിലല്ലോ, ചിലത് കല്ല് ജസ്റ്റ് വെച്ചത് മാത്രമായിരിക്കും. അങ്ങനെ കുറേ ഉണ്ട് കേട്ടോ. ഒക്കെ നോക്കണം, ഒക്കെ ശ്രദ്ധിക്കണം. നല്ല ഗുഹ. ആഹാ, അടിപൊളി. നന്നായിട്ടുണ്ട് കേട്ടോ, അടിപൊളിയാണ്. ഓക്കെ, സൂപ്പർ. ഇവിടെ എന്താപ്പാ? ഇവിടെ ഒന്നല്ല. ഇതാണ് ഗൈസ്. ആഹാ, അടിപൊളി വ്യൂ. അത് ഓരോ കോർണറിൽ പോയി നിന്നാലും നമുക്ക് കിട്ടുന്ന ആ ഒരു വ്യൂ, ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടല്ലോ, അത് ഭയങ്കര പീക്ക് ലെവലാട്ടോ. ഇനി വെള്ളം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലൊക്കെ ആ ഒരു പച്ചപ്പും സംഭവമൊക്കെ ഭയങ്കര അടിപൊളിയാണ്. അടിപൊളി, സൂപ്പർ ഗൈസ്, സൂപ്പർ അടിപൊളി ഗൈസ്. അപ്പോൾ നമുക്ക് ഏതായാലും ഇനി ഇവിടുന്ന് ഇറങ്ങാം കേട്ടോ, മെല്ലെ. അടിപൊളി ഗൈസ്. ഒരു മിനിറ്റ് ഗൈസ്. അപ്പോൾ നമുക്ക് ഇറങ്ങാം. ഇവിടെ ഇന്നലെ ഒരു രാത്രി എത്ര മണിയുണ്ടാവും, ഒരു വൈകുന്നേരം ഇവിടെ ചെറുങ്ങനെ മഴ ചാറിയിട്ടുണ്ട് കേട്ടോ. എങ്ങനെ? തമ്പളെ ഫ്രോഗ്. ഫ്രോഗ് രക്ഷപ്പെടാൻ നോക്കുക. കണ്ട മാക്ക് കറിയാമോ? ഇല്ല, ഫ്രോഗ് ചാടാൻ കഴിയൂലേ? നല്ല ഉയരത്തിലല്ലേ ഫ്രോഗ് എങ്ങനെ ചാടുക? ഇങ്ങനെ പേടിച്ചാലോ ഇങ്ങി? എന്തിന്? ഫ്രോഗ് അതിനൊന്നും ചെയ്യൂലാലോ. അതിൽ ചവിട്ടണ്ട. അത്
ഇന്നലെ റെയിൻ ഉണ്ടായില്ലേ? അപ്പോൾ റെയിൻ ഉണ്ടായിരുന്നപ്പോൾ പെയ്തതാണ് കേട്ടോ. അല്ല, വെള്ളമായതാണ്. എന്തൊക്കെയൊക്കെ ഗൈസ് പറയുന്നത്. മാറിപ്പോണം. ബാ, ഇത് നമുക്ക് വന്ന റോഡിനെക്കാട്ടിലും എന്താ ഉള്ളത്? തുമ്പി. ഇതെന്താ ഇവരെ ഗെറ്റ് ടുഗദറാ? ഫാമിലി ഗെറ്റ് ടുഗദറാ? ഫ്രോഗ് 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 തിന്നൊന്നുമില്ല കേട്ടോ ഞാനെ. പപ്പ വെറുതെ പറയാം. ഫിഷും ഉണ്ട് ഗൈസ്, കുറേ മീനുകളും ഉണ്ട്. ഫ്രോഗും ഒക്കെ അവളെ പേടിപ്പിക്കല്ല. കുറേ ഉണ്ട് ഇങ്ങനെ നിൽക്കുന്നത് ഗൈസ്. ഞങ്ങൾ ഏതായാലും കുറേ ഫ്രോഗനൊക്കെ ബേബിക്ക് കാണിച്ചു കൊടുത്ത് അല്ലേ. ഈ അയൺ ഗേഴ്സസിന്ന് ഞങ്ങളിനി ഇത്തിൻ റൂട്ട് നേരെ കയറാൻ പോവാണ് കേട്ടോ. ബാക്കി വിശേഷങ്ങൾ കാർന്ന് പറയാം. ഇത് നമ്മൾ അയൺ ഗേഴ്സസിൽ നിന്ന് തിരിച്ച് പോവുകയാണ് കേട്ടോ. ഞാൻ പറഞ്ഞാൽ ടൂ റോഡ് എത്തിയിട്ടില്ല. അതിൻ്റെ മുന്നേ കുറേ ആൾക്കാർ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തിട്ട് വണ്ടിയൊക്കെ പാർക്ക് ചെയ്തിട്ട് കുറേ ഫാമിലി പിക്നിക്. ഇവിടെ മെയിൻ പിക്നിക് തന്നെ അല്ലേ. ഉച്ചയ്ക്ക് ശേഷം ഇങ്ങോട്ട് ആകുമ്പോഴത്തേക്ക് കംപ്ലീറ്റ് പിക്നിക്ക്. ഇതാണ് ഞാൻ പറഞ്ഞ ആ മെയിൻ ഇത് കേട്ടോ, അയൺ ഗേഴ്സസിലേക്ക് കയറുന്ന ഗേറ്റ്. ഇതിപ്പോൾ നമ്മൾ പുറത്തേക്ക് ഇറങ്ങുകയാണ്. ഇതിന് നേരെ ഓപ്പോസിറ്റ് അയൺ ഗേഴ്സസ് ബോർഡ് ഉണ്ടാവും. ഞാൻ ഇതിൽ ക്ലിപ്പ് കൊടുത്തേക്കാം കേട്ടോ. ഞാൻ ഫസ്റ്റിൽ ഓൾറെഡി ഞാൻ ആഡ് ചെയ്ത് കൊടുത്തേക്കാം. ഇതിപ്പോൾ നമ്മൾ ഇവിടുന്ന് തിരിച്ചിറങ്ങുന്നതുകൊണ്ട് ഹാവ് എ സേഫ് ജേണി ഞാനിട്ട് കൊടുത്തിട്ടുണ്ട്. സേഫ് ഞാൻ പറഞ്ഞത് നമ്മൾ വരുമ്പോൾ അതിലിങ്ങനെയാണ് വരിക. ഇനി ഞാൻ പറഞ്ഞ ഈ 2 വേ റോഡാണിത്. ഒന്ന് അയൺ ഗേഴ്സസിലേക്കും കണ്ടതാ ബോർഡ് കണ്ടതാ അയൺ ഗേഴ്സസ്. ഇത് ഈ റോഡാണ് നമ്മൾ കയറേണ്ടത്. അപ്പോൾ ഇത് ഇത്തൻ റൂട്ടാണ്. ഓക്കെ ഗൈസ്. മാഷാഅല്ലാ മാഷാഅല്ലാ, അടിപൊളി ക്ലൈമറ്റ് ഗൈസ്. ഇത്തിൻ മല അങ്ങോട്ട് കയറി കഴിഞ്ഞാൽ പിന്നുണ്ടല്ലോ ഒരു രക്ഷയും ഇല്ലാത്ത ക്ലൈമറ്റാണ് ഗൈസ്. അടിപൊളി അടിപൊളി. ഐനൽ നബി അയ്യൂബ് ഏരിയ അങ്ങനെയാണല്ലോ കൊടുത്തിട്ടുള്ളത്. അങ്ങനെ ഗൈസ് നമ്മൾ അയ്യൂബ് നബീനെ മറവ് ചെയ്ത സ്ഥലത്ത് എത്തിയിരിക്കുകയാണ്. നമ്മളവിടെ കാർ പാർക്ക് ചെയ്തിട്ട് കുറച്ചുകൂടി നടക്കണം കേട്ടോ. അപ്പോൾ ആക്ച്വലി ഇവിടെ ഞാൻ എന്താ വോയിസ് ഓവർ ചെയ്യുന്നതെന്ന് വെച്ചാൽ മൈക്ക് എനിക്ക് തോന്നുന്നു കണക്ഷൻ കട്ടായതോ എന്തോ ചാർജ് കുറഞ്ഞതോ എന്തോ ഒന്നാണ്. അപ്പോൾ അതാണ് ഞാനിവിടെയൊക്കെ നിങ്ങളോട് ഇങ്ങനെ സംസാരിക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഏതായാലും നമ്മൾ കാറ് ഇവിടെയാണ്, ഈ ഒരു ഭാഗത്താണ് കാറ് പാർക്ക് ചെയ്യുക. അപ്പോൾ ഞങ്ങൾ കാറ് നല്ല മഞ്ഞായിരുന്നു കേട്ടോ, നല്ല മുൾമഞ്ഞായിരുന്നു. അങ്ങനെ ഒന്നും കാണാൻ വയ്യ. ഇത് മലൻ്റെ ഏറ്റവും ടോപ്പിലാണ് വരുന്നത് കേട്ടോ. അങ്ങനെ എന്തോ റെഡിയാക്കുകയാണെന്ന് തോന്നുന്നു. പിന്നെ തലയിൽ മഞ്ഞ് വീഴാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഒരു ടീഷർട്ടോ തുണിയോ എന്തോ എടുത്ത് തലയിൽ കിട്ടുന്നുണ്ട്. മോള് പിന്നെ ബബിള് വാങ്ങിയ ആ ബബിളിലാണ് കേട്ടോ. പക്ഷേ ഇതെന്തോ ഒരു കംപ്ലൈൻറ്റ് ആയതാണോ എന്നറിയില്ല. ഇത് നല്ലോണം അങ്ങോട്ടാവുന്നില്ല. എന്നെ ഞാൻ വാങ്ങിയിട്ട് ഞാനും ചെയ്ത് നോക്കുന്നുണ്ട് കേട്ടോ. മോള് പറയുന്ന മോളെ കയ്യിൽ സോപ്പ് വെള്ളമായി എന്നൊക്കെയാണ് പറയുന്നത്. അതിന് ഞാൻ മറുപടിയൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അവൾ എന്താ പറയുക, നല്ല മഞ്ഞും, അവൾക്ക് ഇങ്ങനത്തെ കാലാവസ്ഥയാണ് ഏറ്റവും ഇഷ്ടം. ചൂടിനേക്കാളും ഏറ്റവും ഇഷ്ടം ഇതാണ്. ഞാനിത് വാങ്ങി ട്രൈ ചെയ്ത് നോക്കി, പക്ഷേ എനിക്കും നടക്കുന്നില്ല കേട്ടോ. അത് എന്താ പറയുക, ഒരു പെട്ടെന്ന് തന്നെ ഇതായി പോവുക. ആ സ്റ്റിക്ക് ഒരത്ര ഉറപ്പില്ലാത്ത പോലെ അങ്ങനെ ഇരിക്കുന്നത്. ഇത് എങ്ങനെയോ ജസ്റ്റ് കിട്ടിയതാട്ടോ. അവിടെ ഭയങ്കര കാറ്റുമാണ്. അങ്ങനെ എന്തായാലും ഞാനത് ട്രൈ ചെയ്ത് പിന്നെ നോക്കി കൊടുത്ത് അതങ്ങനെ നടക്കുന്നില്ല അതാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ മോളിങ്ങനെ ചോദിക്കുകയാണ് അതെന്താ ആക്കാൻ പറ്റാത്തതെന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോൾ എൻ്റെ കൈ ഒട്ടി അങ്ങനെയൊക്കെയാണ്. അപ്പോൾ അവൾ മുന്നിലേക്ക് ഓടി പോകുന്നുണ്ട്. അപ്പോൾ മോളോട് ഞാനവിടെ നിൽക്കാനൊക്കെ പറഞ്ഞതാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഇങ്ങനെ സലാലയിൽ വിസിറ്റ് ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ ഒരുപാട് പേര് ഇവിടെ വന്നിട്ട് പോകുന്ന ആൾക്കാരുണ്ടാവും, ചില ആൾക്കാർ മിസ് ചെയ്യുന്ന ആൾക്കാരുണ്ടാവും. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ മിസ്സാക്കാണ്ട് മാക്സിമം വരിക, എക്സ്പ്ലോർ ചെയ്യുക. എല്ലാ സ്ഥലങ്ങളും എല്ലാ സ്ഥലങ്ങളും നിങ്ങൾക്ക് കാണാൻ കഴിയുന്ന അത്ര സ്ഥലങ്ങൾ കവറപ്പ് ചെയ്യുക.
ഇതിലാണ് കേട്ടോ നമ്മൾ പോവുക. അപ്പോൾ ഇവിടെ എന്താ പറയുക, ഒരുപാട് കാര്യങ്ങൾ ഇവിടെ അങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്. അയ്യൂബ് നബീൻ്റെ മറവ് ചെയ്ത സ്ഥലമാണല്ലോ, അപ്പോൾ അതങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽസ് എഴുതിയിട്ടുണ്ട്. ഇനി നമ്മൾ ഈ ഒരു ഗേറ്റ് വഴി ഫ്രണ്ടിലേക്ക് നടന്നു പോവുക ചെയ്യേണ്ടത്, ഉള്ളിലേക്ക് കയറുക കേട്ടോ. അപ്പോൾ ഉള്ളിലാണെങ്കിലും അത് സെയിം കാലാവസ്ഥ, ഭയങ്കര തണുപ്പ്, ഭയങ്കര അടിപൊളിയായിട്ടുള്ളൊരു ഏരിയ, ഒരു പ്ലേസാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ഒന്നാമത് ഇങ്ങനത്തെ കാലാവസ്ഥ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ഭയങ്കര ഒരു ഇഷ്ടമായിരിക്കും ഇങ്ങനത്തെ സ്ഥലത്തൊക്കെ പോകാൻ വേണ്ടിയിട്ട്. മോള് പിന്നെ കുട പിടിച്ചിട്ട് നടക്കുന്നുണ്ട് കേട്ടോ, മഴച്ചാറിൽ കൊള്ളണ്ടല്ലോ, കുട പിടിച്ച് നടക്കുന്നുണ്ട്. കുടൻ്റെ കോമഡി വേറെ സ്ഥലത്ത് വരാണ്ടായി, ഞാനപ്പോൾ പറയാം കേട്ടോ. അങ്ങനെ ഈ വഴി നേരെ കുറച്ച് നടക്കുമ്പം അവിടെ തന്നെയാണ് മറവ് ചെയ്ത സ്ഥലം വരുന്നത്, ഒരു ചെറിയ പള്ളി പോലെ കേട്ടോ. അപ്പം അവിടെയൊക്കെ ഞാൻ നിങ്ങളോട് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറയുകയാണ് ആക്ച്വലി. പക്ഷെ ഞാൻ എന്താ പറഞ്ഞതെന്ന് എനിക്ക് ഓർമ്മയില്ല, കാരണം നമ്മൾ മൈക്ക് കണക്ട് ചെയ്തിട്ടുണ്ട്, പക്ഷെ അത് ചാർജിൻ്റെ പ്രശ്നമായതുകൊണ്ട് അങ്ങനെ അതുകൊണ്ടാണല്ലോ ഞാൻ പറയുന്നതൊന്നും കേൾക്കാത്തത്. അതപ്പോൾ ഞാൻ വോയിസ് ഓവർ ചെയ്യുന്നത് തന്നെ. അപ്പോൾ എനിക്കിങ്ങനെ സംസാരിക്കാൻ ഇഷ്ടമായതുകൊണ്ട് തന്നെ ഇങ്ങനെ നടന്നിങ്ങനെ സംസാരിക്കും. ഇതിപ്പോൾ ഞാൻ അവിടെ പറഞ്ഞത് അവിടെ തേന് വരെ കുറച്ച് ആൾക്കാർ തേൻ അവിടെ ഇരുന്നിട്ട് സെയിൽ ചെയ്യുന്നുണ്ട് എന്നുള്ളൊരു കാര്യമായിരുന്നു ഞാൻ പറഞ്ഞത് കേട്ടോ. എന്നിട്ട് ആ കാണുന്നിടത്താണ് നമ്മൾ ഏകദേശം എത്തിയിട്ടുണ്ട് കേട്ടോ. അവിടെയാണ് അയ്യൂബ് നബീൻ്റെ മറവ് ചെയ്ത സ്ഥലം വരുന്നത്, പ്രസ്ഥാനം വരുന്നത്. അപ്പോൾ എല്ലാവരും അത് കാണാൻ വേണ്ടിയിട്ടാണ്, സിയാറത്ത് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അങ്ങോട്ട് പോകുന്നത് കേട്ടോ. അവിടെ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഉള്ളിലോട്ട് പ്രവേശനം ഉണ്ട് കേട്ടോ. അങ്ങനെ എന്താ പറയുക, നമ്മൾ പുറത്ത് നിൽക്കുക അങ്ങനെയൊന്നും വേണ്ട, എല്ലാവർക്കും അകത്ത് കയറിയിട്ട് സിയാറത്ത് ചെയ്യാം, പ്രശ്നമൊന്നുമില്ല, ദുആ ചെയ്യാം, ഒരു കുഴപ്പമില്ല കേട്ടോ. അവിടെ എല്ലാവരും അങ്ങനെ ഞങ്ങൾ പോയ സമയത്ത് അവിടെ എല്ലാവരും അങ്ങനെ കയറുന്നു ഒക്കെ ചെയ്യുന്നുണ്ട്, ഫോട്ടോസും എടുക്കുന്നുണ്ട് ആൾക്കാർ അങ്ങനെ. അപ്പോൾ നമ്മളേതായാലും അങ്ങോട്ട് എൻ്റർ ആയിട്ടുണ്ട് കേട്ടോ. എന്താ പറയുക, ഒരു പീസ്ഫുൾ ആയിട്ടുള്ളൊരു ഏരിയ ആയിരുന്നു. പിന്നെ ഇത് പറയുകയാണെങ്കിൽ അയ്യൂബ് നബീൻ്റെ കാലടയാളമാണ് കേട്ടോ ഈ കാണുന്നത്. അവരതങ്ങനെ കല്ല് വെച്ച് കെട്ടിയിട്ട് അങ്ങനെ ചെയ്തതാണ് ഇത് വരുന്നത്. അതേപോലെ ഗൈസ് ഇത് കൊടുത്തിട്ടുള്ളത് ലിസ്റ്റ് ഓഫ് പ്രൊഫറ്റ്സ് ആൻഡ് നബിമാരുടെ ഓരോ ലിസ്റ്റുകളാണ് കേട്ടോ. അങ്ങനെ ഗൈസ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ, പുറത്തിറങ്ങി. അപ്പോൾ ആക്ച്വലി അതിൻ്റെ ഉള്ളിൽ നിന്നൊന്നും ഞാൻ സംസാരിക്കുന്നില്ല, ജസ്റ്റ് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് ആ ക്ലിപ്പ് ജസ്റ്റ് ഒന്ന് എടുത്തതേ ഉള്ളൂ കേട്ടോ. ഞാൻ അവിടെ സംസാരിക്കുന്നൊന്നുമില്ല. ഇവിടെ പിന്നെ നമ്മൾ പുറത്തിറങ്ങിയതിന് ശേഷം എന്താ പറയുക, അതിൻ്റെ ഉള്ളിൽ നിസ്കരിക്കാനുള്ളൊരു സ്ഥലമായിരുന്നു നിങ്ങൾ കണ്ടില്ലേ, അപ്പുറത്തൊരു സൈഡ് വരുന്നത്. ഇവിടെയാണെങ്കിൽ നബിനെ മറവ് ചെയ്ത ആ ഒരു ഏരിയ ആണ് നിങ്ങൾ കണ്ടിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ എന്താ സംഭവിച്ചത്, ഇതാണ് ഞാൻ പറഞ്ഞ കോമഡി, കൊട പറന്നു പോകുന്ന കോമഡിയാണ് കേട്ടോ. വെച്ചാൽ നമ്മൾ കാറ്റ് ഏത് ഡയറക്ഷനിലേക്കാണോ വരുന്നത് വെച്ചാൽ, അവളെ ചെറിയ കുട്ടിയല്ലേ അബേബി, അപ്പോൾ അബേബിക്ക് പിടിക്കാൻ കഴിയുന്നില്ല. അപ്പോൾ അത് കാറ്റുകൊണ്ട് കുട പറന്നു പോകുന്ന ഒരു കോമഡി ആയിരുന്നു കേട്ടോ. അത് ഞങ്ങൾ കുറേ ചിരിച്ചു, ഞാനൊക്കെയും കുറേ ചിരിച്ചു കേട്ടോ. ഞങ്ങളേതായാലും പുറത്തേക്ക് ഇറങ്ങിയാണ്. സെയിം ഇതേപോലെ ഈ ഗേറ്റ് കടന്ന് കുറച്ച് ഫ്രണ്ടിലോട്ട് വന്നാൽ തന്നെ നമ്മൾ ആ പള്ളി കാണാൻ പറ്റും, മറവ് ചെയ്തത് കാണാൻ പറ്റും കേട്ടോ. പിന്നെ സെയിം നമ്മൾ പുറത്തിറങ്ങിയതിന് ശേഷം ഒരുപാട് ഷോപ്സും കാര്യം സൈഡിൽ വരുന്നുണ്ട്, ചെറിയ ചെറിയ ഷോപ്സാണ് കേട്ടോ. അവിടെ നമുക്ക് പോപ്കോൺ, ചോളം ചുട്ടതൊക്കെ ഉണ്ട് കേട്ടോ. അതൊക്കെ എന്താ പറയുക, എനിക്ക് തോന്നുന്നു ഞാനൊക്കെ നാട്ടിലായിരുന്ന ടൈമിനെങ്ങാനാണ് ഞാൻ കഴിച്ചിട്ടുള്ളത്. പിന്നെ ഇവിടെ നമുക്ക് സ്വീറ്റ് കോൺ അല്ലാണ്ട് നമുക്ക് ഇങ്ങനെ ഫ്ലേവറിൽ ഇപ്പോൾ അറിയാമല്ലോ, ലുലുവിലൊക്കെ പോകുമ്പോൾ ഉണ്ടാവുമല്ലോ. പക്ഷേ ഇവിടെ ഇങ്ങനെ ചുട്ടതിങ്ങനെ കണ്ടപ്പോൾ ആക്ച്വലി സത്യം പറഞ്ഞാൽ ഭയങ്കര എന്താ പറയുക, ഭയങ്കര സന്തോഷമായിട്ടോ. ഞങ്ങൾ 2 എണ്ണം വാങ്ങി. ആദ്യം ഒന്ന് വാങ്ങി അവരെ എന്താ പറയുക ലെമണൊക്കെ ഒഴിച്ച്, ഇനിയിപ്പോൾ മുളക് പൊടിയാണെങ്കിൽ മുളക് പൊടി ആക്കി ഇതൊക്കെ ആക്കിയിട്ട് സെറ്റാക്കി തരും കേട്ടോ. അടിപൊളിയാണ്. അങ്ങനെ കുറച്ച് സ്റ്റോറും കാര്യമൊക്കെ ഉണ്ട്, അതുപോലെ ബാർബിക്യൂൻ്റെ ഉണ്ട്. പിന്നെ അങ്ങനെ കുറച്ച് ഗൈസ് നമ്മളിനി ബോർഡ് കാണുന്നതിൻ്റെ നേരെ ആട്ടോ പോകുന്നത്. നേരത്തെ നമ്മൾ ഓപ്പോസിറ്റ് ആയിരുന്നു പോയത്. അപ്പോൾ ഓപ്പോസിറ്റ് പോയപ്പോഴായിരുന്നു നമ്മൾ അവിടെ പോയിട്ട് അയ്യൂബ് നബിൻ്റെ ഖബറിടവും സിയാറത്തൊക്കെ ചെയ്ത് കേട്ടോ. ഇങ്ങോട്ട് താഴോട്ട് ഗൈസ്. ഇനി നമ്മൾ ആ ബോർഡ് കണ്ടതിൻ്റെ താഴേക്ക് പോയി നോക്കാണ്. നമ്മൾ ചോളൊക്കെ വാങ്ങി, ചുട്ട ചോളൊക്കെ വാങ്ങി ഒക്കെ കഴിച്ചിട്ടോ. ഇപ്പം നമ്മൾ ഈ റോഡ് താഴേക്ക് ഇറങ്ങി നോക്കാം.
അങ്ങനെ ഗൈസ് നമ്മൾ അയ്യൂബ് നബിയുടെ കുളം എന്ന സ്ഥലത്തേക്കാണ് നമ്മൾ എത്തിയിട്ടുള്ളത് കേട്ടോ. പക്ഷേ എത്തിയില്ല, നമ്മളടുത്ത ഡെസ്റ്റിനേഷൻ അവിടെയാണ്. അപ്പോൾ നമ്മൾ കാറ് പാർക്ക് ചെയ്തിട്ട് നമ്മളിനി നടക്കുകയാണ് കേട്ടോ. താഴേക്ക് കുറേ നടക്കുക, അത്യാവശ്യം നല്ല നടക്കാണ്ട് കേട്ടോ. അപ്പോൾ മോള് കുറേ നടന്നിട്ട് കുറച്ചും കൊണ്ട് നടന്നപ്പോഴത്തേക്ക് അവൾക്ക് നടക്കാൻ വയ്യ, ഓൾ എടുക്കണം എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ആ ഒരു ഇതിലായിരുന്നു കേട്ടോ. കുറച്ചോളം കൊണ്ട് ഇങ്ങനെ നടത്തിക്കും, ഓൾ പിന്നെ അവിടെ സ്റ്റോപ്പ് ചെയ്യും, നടക്കാൻ വയ്യ എടുക്കണം എന്ന് പറഞ്ഞിട്ട്, ഉമ്മി എടുക്കണം അല്ലെങ്കിൽ പപ്പ എടുക്കണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ കുറച്ച് പ്രശ്നമൊക്കെ ആയിട്ട് നിൽക്കുന്നതാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ പറയുന്നുണ്ടോ ഗൈസ് കുറച്ചുകൂടി നടക്ക് എന്നിട്ട് എടുക്കാമെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ഇല്ല, ഒക്കെ നടക്കാൻ വയ്യ എന്നാണ് അവൾ പറയുന്നത്, അവൾ എടുക്കണമെന്ന്. ഗൈസ് നമ്മളങ്ങനെ കാറ് അവിടെ പാർക്ക് ചെയ്ത് ഇങ്ങനെ നടന്ന് വരണം കേട്ടോ. കുളത്തിനടുത്തേക്ക് പോകണമെങ്കിൽ നല്ല മഞ്ഞുണ്ട്. ഇക്ക പിന്നെ കുടമുള്ളതുകൊണ്ട് മോളെ എടുത്തിട്ട് പോകുന്നുണ്ട്. ഞാൻ തലയിൽ കൂടെ ഷോൾ ഇട്ടിട്ട് ഇങ്ങനെ പോവുകയാണ്. താഴേക്ക് കുറച്ച് നടക്കണം തോന്നുന്നു കുളത്തിൻ്റെ അങ്ങോട്ട്. പക്ഷെ ഇവിടെ ഏരിയൊക്കെ ഭയങ്കര അപാരം കേട്ടോ. അത് വേറെ ഒന്നും പറയാനില്ല, അടിപൊളിയാണ്. നമ്മൾ നടന്ന് കുറേ ആൾക്കാർ താഴേക്ക് പോയ ആൾക്കാരുണ്ട്. കാരണം അവിടെ കുറേ കാറ് പാർക്ക് ചെയ്തിരിക്കും. അപ്പോൾ എല്ലാവരും കുളത്തിലേക്കുള്ള അങ്ങനെ പോയ ആൾക്കാരാണ്. അപ്പോൾ ഇതാണ് താഴേക്ക് എത്തട്ടെ കേസ്. ഇത് കുറച്ച് നടന്ന് താഴേക്ക് എത്തണം എന്ന് തോന്നുന്നു. എന്നിട്ട് കാണാം ഗായ്സ്. ഞങ്ങളങ്ങനെ എത്തിയിരിക്കുന്നത് കണ്ടോ നിങ്ങൾ? കുറച്ച് അവിടുന്ന് മുകളിൽ നിന്ന് താഴേക്ക് കുറച്ച് നടന്ന് ഇറങ്ങാനുണ്ട് കേട്ടോ. താഴത്ത് കണ്ട കുളം എത്തിയിട്ടോ. ഇതിൽ മീനുകളും ഉണ്ട് നമുക്ക് ഗായ്സ്. അടിപൊളി, ഏതാ വ്യൂ ഉണ്ടാ. ആൾക്കാർ കുളിക്കുന്നുണ്ട്. ഇതാണ് ഒരു ഗുഹ പോലെ ഉണ്ട് കേട്ടോ. ഇത് മോളോടൊക്കെ ഡ്രാക്കൊക്കെ ഉണ്ട്. അവൾ കുളിക്കണം അങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അടിപൊളി ഗൈസ്. ഫുൾ മഞ്ഞ് മൂടിയിട്ട് രക്ഷയില്ല ഗൈസ്. എല്ലാവരും വിസിറ്റ് ചെയ്യണം കേട്ടോ ഗൈസ്. എല്ലാവരും എന്താ വിസിറ്റ് ചെയ്യണം. ഇക്കത് അതിൻ്റെ മുകളിലോട്ട് കയറി കേട്ടോ. സ്റ്റെപ്പ് കയറിയിട്ട് നല്ല മഴ ചാറലാണ്. അടിപൊളി ഗൈസ്. എന്തായാലും എല്ലാവരും വന്ന് വിസിറ്റ് ചെയ്യണം നിർബന്ധമായിട്ടും. ഈ ഒരു എക്സ്പീരിയൻസ് ഉണ്ടല്ലോ എൻ്റെ പൊന്നത് എവിടെ നിന്ന് കിട്ടുമെന്ന് വെച്ചാൽ എനിക്കറിയില്ല. എല്ലാവരും ലൊക്കേഷൻ എടുത്ത് തന്നെ വരാം. അടിപൊളി, സൂപ്പർ. ഹേയ് ഗായ്സ്, അപ്പോൾ ഞങ്ങൾ അവിടെ കുറച്ച് നേരം ഇരുന്നതിന് ശേഷം ഞങ്ങൾ ഇറങ്ങി കേട്ടോ. പിന്നെ ഞങ്ങൾ നമ്മൾ സലാലയിൽ വന്ന് ഫുഡ് കഴിച്ച് സത്യേട്ടൻ്റെ കടയിൽ പോയിട്ട് പത്തിരിയും ഞണ്ട് കറിയും ഒക്കെ കഴിച്ച് അടിപൊളിയായിരുന്നു കേട്ടോ. അതൊക്കെ കഴിച്ച് പിന്നെ ഞങ്ങൾ നേരെ വന്നത് ഫാമിലേക്കാണ് വെച്ചാൽ മാർക്കറ്റ്, നമ്മൾ ഹഫ മാർക്കറ്റിലേക്ക്. നമ്മളിവിടെ ഇപ്പോൾ സ്ഥിരം വരലുണ്ട്. നമ്മളിപ്പോൾ വ്ളോഗിൽ അങ്ങനെ കാണിക്കാനായിട്ടാണ് നമ്മൾ. ഒരു മിനിറ്റ് ഗൈസ്, ഇതൊന്ന് നോക്കാറ്റ്. നമ്മുടെ ഹഫ മാർക്കറ്റിൽ ഇവിടെ സ്ഥിരം മൂപ്പരെടുത്താണ് നമ്മൾ വരല് കേട്ടോ. ഇവിടെ ഈ ഷോപ്പിൽ നമ്മൾ സ്ഥിരം വരും. കരിമ്പും പഴവും കർമൂസയും കാര്യങ്ങളൊക്കെ നമ്മൾ വാങ്ങിയാലുണ്ട് കേട്ടോ. ഇവിടുത്തെ സ്പെഷ്യൽ ഐറ്റംസ് ഒക്കെ അടിപൊളിയാട്ടോ. ഇവരിപ്പോൾ നല്ല പരിചയമായി. അപ്പോൾ ഇവരായിട്ട് ഇനിയിപ്പോൾ ഇവിടുന്ന് സാധനമൊക്കെ വാങ്ങി ഇനിയിപ്പോൾ തിരിച്ച് റൂമിലേക്കാണ് കേട്ടോ പോകുന്നത്. ഞാനിതിന് മുന്നേ ഞാൻ വ്ളോഗിൽ പറഞ്ഞിരുന്നു ഓപ്പോസിറ്റ് ബീച്ചാണ് വരുന്നത്, ഹഫ ബീച്ചാണ് വരുന്നത്. ഇവരത് ഈ ലാസ്റ്റിലേക്കാണ് കേട്ടോ. ഇവിടെ അടുത്ത് തന്നെ പമ്പും ഉണ്ട്. ഇതിൻ്റെ ബാക്കിലേക്കൊക്കെ ഇഷ്ടം പോലെ കടകളുണ്ട് കേട്ടോ. കുറേ ചെറിയ ഷോപ്സും കാര്യങ്ങളുണ്ട്. നമ്മൾ വാങ്ങുന്നത് മൂപ്പര് മലയാളിയാണ്. അവിടെ ഉള്ളവരൊക്കെ മലയാളികളാണ്. ഒരാളെങ്ങനെ ഹിന്ദിക്കാരനെങ്ങാനും ഉള്ളൂ. ബാക്കിയുള്ള മൂപ്പര് ഏട്ടനും ഒക്കെ അടിപൊളിയാണ് കേട്ടോ. ഒരു സൂപ്പറാണ്. അപ്പോൾ ഓരോരുത്തർ നല്ല പരിചയമായി. അപ്പോൾ ഇവിടെ വരുന്ന ആൾക്കാർ ഓരോരുത്തർ നിന്ന് സാധനമൊക്കെ വാങ്ങുക. പിന്നെ ഇതാട്ടോ പമ്പിൻ്റെ അടുത്താണ്. ഇപ്പം നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയതും പമ്പാണ്, പെട്രോൾ പമ്പാണ് വരുന്നത്. അപ്പോൾ ഏതായാലും ഇന്നത്തെ വ്ളോഗ് അത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും ലൈക്ക്, ഷെയർ ആൻഡ് കമൻറ്റ്, സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ്. സബ്സ്ക്രൈബ് ചെയ്യാൻ പറയും.
സബ്സ്ക്രൈബ് ചെയ്യണ്ട. അത് വേറെ എന്തോ ദേഷ്യത്തിലാണുള്ളത്, അപ്പൊ അതാരും മൈൻഡ് ചെയ്യണ്ട. അപ്പൊ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. ഒരു വ്ളോഗിൽ കാണുന്നവരെ ഇന്നത്തെ വ്ളോഗ് വൈൻഡ് അപ്പ് ചെയ്യാണ്. അപ്പൊ സ്യൂ ബൈ ബൈ ഗൈസ്. ബൈ ബൈ ബൈ. നമുക്ക് ബൈ പറയാനും വയ്യ, സബ്സ്ക്രൈബ് പറയാൻ ഒന്നും പറയാൻ വയ്യ. ബൈ ഗൈസ്, ബൈ, സീ യു.